ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭാഗവത കഥകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ്റെ തിരു അവതാരം മുതൽ ഇപ്പോൾ ഭഗവാൻ വലുതായിരിക്കുന്നു, വിവാഹിതനായിരിക്കുന്നു. ഭഗവാന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആ കുഞ്ഞുങ്ങൾ വളർന്ന് അവർക്ക് മക്കളുണ്ടാകുന്ന സമയം വരെ നമ്മൾ യാതൊരു മുടക്കവും തടസ്സവും കൂടാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിധം മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞത്. അത് കേൾക്കാൻ കഴിയുന്ന നിങ്ങളെല്ലാവരും അത്രത്തോളം പുണ്യം ചെയ്തവരാണ്. അതുപോലെ പറഞ്ഞു തരാൻ എനിക്ക് കഴിയുന്നത് എത്രയോ ജന്മങ്ങളിൽ നമ്മളൊക്കെ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്. അക്കാര്യം ഓർത്തുകൊള്ളുക. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭാഗവതത്തിലെ അതീവ സൂക്ഷ്മങ്ങളായ ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി അവസാനം വരെ കേട്ട് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരണം. അപ്പോൾ മാത്രമേ ഈ കഥാഭാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുകയുള്ളൂ. എന്നിട്ട് ഈ കഥകളെല്ലാം കേട്ടിട്ട് മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്യണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കണം. അത് വലിയ ഇഷ്ടമാണ് ഭഗവാന്. ഭഗവാനെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എത്രത്തോളം ഭഗവാനെ കൂടുതൽ സ്നേഹിക്കുന്നുവോ അത്രത്തോളം ഭഗവാന് നമ്മളെ ഇഷ്ടമാണ്. അക്കാര്യത്തിൽ ഭഗവാൻ അല്പം സ്വാർത്ഥനാണ് എന്ന് കൂട്ടിക്കൊള്ളുക. ഭക്തരുടെ കാര്യത്തിൽ ഭഗവാന് വലിയ ഇഷ്ടമാണ് ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തരെ. ഇനി നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പൗണ്ഡ്രകവധമാണ് പറഞ്ഞത്. വളരെ വളരെ മനോഹരമായ ഒരു കഥാഭാഗമാണ് പൗണ്ഡ്രകവധം. കേട്ടിട്ടില്ലാത്ത എല്ലാവരും അത് കേൾക്കണം. അതുപോലെ ഇപ്പോൾ നമ്മൾ മഹാഭാരതത്തിലെ കഥകളും കൂടി പറയുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീത കുറേശ്ശെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ആ കഥകളൊക്കെ ഒന്ന് കേട്ട് നമ്മുടെ ശരിയായ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ ഇതിഹാസങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു കുറഞ്ഞ രീതിയിലെങ്കിലും ഒരറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ കഥാഭാഗത്തിലേക്ക് പോകാം. അങ്ങനെ ഒരിക്കൽ മഹർഷിമാരെല്ലാവരും കൂടി സരസ്വതി നദിക്കരയിൽ വെച്ച് ഒരു യാഗം നടത്തുന്നതിന് തീരുമാനിക്കുന്നു. അവിടെ ഒരു ചെറിയ തർക്കമുണ്ടാകുന്നു. എന്താണ് ആ തർക്കം? ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും മഹത്വമുള്ളവൻ? അതായിരുന്നു തർക്കവിഷയം. ഈ തർക്കത്തിനൊടുവിൽ ഇതിനൊരു ഉത്തരം കണ്ടെത്തുന്നതിനായി അവർ ഭൃഗുമുനിയെ സമീപിക്കുന്നു. മഹർഷിവര്യൻ ആദ്യം തന്നെ പിതാവായ മലർമകൻ്റെ സന്നിധിയിലെത്തി. ആ സമയത്ത് വിധാതാവ് വിശിഷ്ടരായ ബ്രഹ്മർഷികളാൽ പരിസേവിതനായി അവരുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു. ഭൃഗുമഹർഷി ഒട്ടും മടിക്കാതെ ചെന്നപാടെ ബ്രഹ്മസിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നു. മുനിയുടെ ധിക്കാരം കണ്ട് ചതുർമുഖൻ കോപിച്ചു. അദ്ദേഹം ഭൃഗുവിനെ ശകാരിച്ചു. ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്നും കൈലാസത്തിൽ വന്നു. മുനിയെ കണ്ട് സന്തോഷത്തോടുകൂടി ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് എതിരേൽക്കാനായി അടുത്തപ്പോൾ ഭൃഗു അധിക്ഷേപ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: മാറി നിൽക്ക്, എന്നെ തൊടരുത്. നീ മലിനനാണ്. പുലിത്തോലുമുടുത്ത് ചടുല ഭസ്മവും പൂശി നടക്കുന്ന നിന്നെ ആര് തൊടും? പോരെങ്കിൽ നീ ബ്രഹ്മഹത്യാ പാപം ചെയ്തവനുമാണ്. ഇങ്ങനെ ധാർഷ്ട്യം നിറഞ്ഞ ആ പരിഹാസം കേട്ട്
രോഷാകുലനായി ചന്ദ്രചൂഡൻ ഭൃഗുവിനെ വധിക്കുവാൻ ശൂലം കയ്യിലെടുത്തു. ആ സമയം ഉമാദേവി അവിടെ ഓടിവന്ന് ഭർത്താവിൻ്റെ കൈ പിടിച്ച് തടുത്തുകൊണ്ട് സമാധാനിപ്പിച്ചു. ആ തക്കം നോക്കി ഭൃഗു മഹർഷി അവിടെ നിന്നും കടന്നു കളഞ്ഞു. അദ്ദേഹം പിന്നീട് നേരെ പോയത് വൈകുണ്ഠത്തിലേക്കാണ്. മഹർഷി പുങ്കവൻ അവിടെ എത്തിയപ്പോൾ ഋഷികേശൻ ഇന്ദിരാദേവിയുടെ മടിയിൽ തലവെച്ച് പള്ളിക്കുറുപ്പ് കൊള്ളുന്നു. ചെന്നപാടെ ഭൃഗു ഭഗവാന്റെ കൗസ്തുഭാലങ്കൃതമായ തിരുവക്ഷസിൽ കാലു പൊക്കി ഒരു ചവിട്ടുകൊടുത്തു. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന ശ്രീവല്ലഭൻ വിനയപൂർവം ഭൃഗു മഹർഷിയോട് ചോദിച്ചു, അങ്ങ് വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, ക്ഷമിക്കണം. എന്നെ ചവിട്ടിയത് മൂലം അങ്ങയുടെ പാദങ്ങൾക്ക് വല്ല വേദനയും തോന്നിയോ? അങ്ങയുടെ പാവന പാദസ്പർശത്താൽ ഞാൻ ഇന്ന് ധന്യനായി. ഭക്തന്മാരുടെ ആഗമനം അറിയാതെ കിടന്നുറങ്ങിയ ഞാൻ എന്തൊരു മൂഢനാണ്. എൻ്റെ ശരീരത്തിലുള്ള അങ്ങയുടെ പാദമുദ്രകൾ എനിക്കെന്നും ഓർമ്മയായിരിക്കും. ഹരേ കൃഷ്ണ. ഈ വിധം അരുളി ചെയ്തു ഭൃഗുവിനെ അനുഗ്രഹിച്ച് അനന്തശായി യാത്രയാക്കി. ലക്ഷ്മീദേവി ഭർത്താവിൻ്റെ ഭക്തവാത്സല്യം കണ്ട് ആനന്ദപുളകിതയായി. ഭൃഗുമഹർഷി തൽക്ഷണം തന്നെ മുനിമാരുടെ മുമ്പിൽ വന്ന് 3 സ്ഥലത്തെയും അനുഭവങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാവരിലും ശ്രേഷ്ഠൻ ശ്രീനാരായണമൂർത്തി തന്നെയാണെന്ന് അവർ വിധി കൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അവതാരമായ ശ്രീകൃഷ്ണനിൽ അവർക്ക് പൂർവാധികം ഭക്തി വർദ്ധിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടുമൊപ്പം സർവസമ്പൽ സമൃദ്ധികളോടും കൂടി വാഴുന്ന കാലത്ത് അപൂർവമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകുന്നു. മാഘമാസത്തിലെ ശ്രാവണ നക്ഷത്രവും അമാവാസിയും ഞായറാഴ്ചയും ചേർന്നുള്ള പുണ്യദിനത്തിലായിരുന്നു ആ ഗ്രഹണം. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ജനങ്ങൾ പുണ്യതീർത്ഥമായ സ്യമന്തക പഞ്ചകത്തിൽ വന്ന് സമ്മേളിച്ചു. പണ്ട് പരശുരാമൻ 21 വട്ടം ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിച്ച് അവരുടെ രക്തം കൊണ്ട് നിർമ്മിച്ചതാണ് ആ തീർത്ഥം. ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു തർപ്പണങ്ങൾ അർപ്പിച്ചാൽ സർവപാപങ്ങളും തീരുമെന്നും ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും താപസമുഖ്യരും വേദീയരുമായ മഹാബ്രാഹ്മണരും വിധിച്ചു. അന്നു മുതൽ സ്യമന്തക പഞ്ചകം ലോകപ്രസിദ്ധി ആർജിച്ചു. ആ മഹൽ പുണ്യതീർത്ഥത്തിലാണ് സൂര്യഗ്രഹണം സംബന്ധിച്ച് ബലിതർപ്പണാദികൾ നടത്തുവാൻ ജനങ്ങൾ കൂടിയിരിക്കുന്നത്. മഹർഷികളും മഹീസുരന്മാരും മഹീപതികളും സ്ത്രീ പുരുഷന്മാരും ഉൾപ്പെടെയുള്ള മഹാജനങ്ങളും ആ കൂട്ടത്തിലുണ്ട്. ഹസ്തിനപുരിയിൽ നിന്നും ദുര്യോധനൻ, ദുശാസനൻ, ധൃതരാഷ്ട്രർ, വിതുരർ തുടങ്ങിയ കൗന്ദേയരും അവരുടെ പത്നിമാരും മാതാക്കളും ഭീഷ്മർ, ദ്രോണർ, ശല്യർ, കൃപർ തുടങ്ങിയ ഗുരുജനങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പാണ്ഡവരും അവരുടെ മാതാവായ കുന്തിദേവിയും പാഞ്ചാലി തുടങ്ങിയ പത്നിമാരും ബന്ധുക്കളും ദ്വാരകയിൽ നിന്നും ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവർ, കൃഷ്ണൻ, രാമൻ തുടങ്ങിയവരും അവരുടെ പത്നികളും ദേവകി, രോഹിണി തുടങ്ങിയ മാതാക്കളും വൃന്ദാവന ഗോകുലത്തിൽ നിന്നും നന്ദഗോപർ, ഉപനന്ദനൻ തുടങ്ങിയ ഗോപന്മാരും യശോദ, രാധ തുടങ്ങിയ ഗോപവനിതകളും മറ്റുള്ള പല ഗോത്രക്കാരും തേരുകളിലായും ശകടങ്ങളിലായും അവിടെ എത്തിച്ചേർന്നു. വളരെയേറെ ആളുകൾ നടന്നും അവിടെ വന്നു ചേർന്നു. വലിയ ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതിയും ജനക്കൂട്ടവുമാണ് അന്ന് സ്യമന്തക പഞ്ചകത്തിൽ ദൃശ്യമായത്. എല്ലാവരും തീർത്ഥസ്നാനം ചെയ്ത് പിതൃകർമ്മങ്ങളും ബ്രാഹ്മണദാനങ്ങളും നടത്തി ഉപവാസം അനുഷ്ഠിച്ചു.
വളരെ കാലമായി വേർപെട്ടിരുന്ന ബന്ധുക്കളെ കണ്ട് കുശലപ്രശ്നങ്ങൾ ചെയ്ത് ഓർമ്മകൾ എല്ലാവരും പുതുക്കി. കൃഷ്ണഭഗ്നിമാർ പാഞ്ചാലിയോടും കുന്തിയോടും വിശേഷിച്ച് യശോദയോടും സംഭാഷണം നടത്തി. കുന്തിദേവി കൃഷ്ണനെ വന്നുകണ്ട് വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തു. അങ്ങനെ അവർ സന്തോഷം പ്രകടിപ്പിച്ചു. വസുദേവരും സഹോദരിയെ വന്നുകണ്ട് കുശലം അന്വേഷിച്ചു. ദേവകിയും യശോദയും വളരെ നേരം തങ്ങളുടെ ഓമൽ പുത്രനായ കൃഷ്ണനെക്കുറിച്ച് സംസാരിച്ച് പരസ്പരം കണ്ണുനീർ തൂകി. കൃഷ്ണൻ ധർമ്മപുത്രരോടും ദുര്യോധനനോടും ഒരുപോലെ സൗഹാർദ്ദപരമായി നർമ്മസല്ലാപങ്ങൾ ചെയ്തു. പാണ്ഡവർ പ്രത്യേകം കൃഷ്ണനെ വന്നുകണ്ട് ഭക്തിയും സ്നേഹവും പ്രകടിപ്പിച്ചു. ദുര്യോധനൻ രാമനെ സന്ദർശിച്ച് വണങ്ങി. ധൃതരാഷ്ട്രരും ഉഗ്രസേനനും തമ്മിൽ പരസ്പരം കുശലങ്ങൾ അന്വേഷിച്ചു. ഭീഷ്മരും വിതുരരും കൃഷ്ണനെ സന്ദർശിച്ച് തങ്ങളുടെ സ്നേഹങ്ങൾ പ്രകാശിപ്പിച്ചു. അങ്ങനെ എല്ലാവരും തമ്മിലും പരസ്പരം കണ്ടുമുട്ടി ലോഹ്യങ്ങൾ പറഞ്ഞു. നന്ദഗോപർ യാദവ ശ്രേഷ്ഠരുമായി സംസാരിച്ചു. അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കി. വസുദേവർ തൻ്റെ ആത്മബന്ധുവായ നന്ദഗോപനെ സ്നേഹപൂർവം ആലിംഗനം ചെയ്ത് പഴയ കാര്യങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു. കൃഷ്ണനായിരുന്നു അവരുടെ പ്രധാന സംസാര വിഷയം. കൃഷ്ണൻ നന്ദഗോപന്റെയും യശോദയുടെയും മുമ്പിൽ വന്നു താണു തൊഴുതു. യശോദ കണ്ണനെ പിടിച്ചു മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ തൂകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പൊന്നു മോനെ കൃഷ്ണ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. ഈ അമ്മയെ നീ എങ്ങനെ മറന്നു? കംസവധത്തിനു വേണ്ടി അക്രൂരൻ്റെ കൂടെ പോയതിനു ശേഷം നിന്നെ ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത്. ഏതാണ്ട് 45 വർഷങ്ങൾക്കപ്പുറമുള്ള കഥ. അന്നത്തെ കൊച്ചു കണ്ണനുണ്ണി അല്ലല്ലോ ഇത്. മകനെ, നീ ഇപ്പോൾ എത്ര വലുതായിരിക്കുന്നു. എങ്കിലും എൻ്റെ പൊന്നോമന കണ്ണൻ തന്നെയാണു നീ. നീ വലുതായി, കല്യാണം കഴിച്ചു, മക്കളുണ്ടായി. രാജാക്കന്മാരെല്ലാം നിന്നെ വന്ന് പൂജിക്കുന്നു. ദ്വാരക എന്ന രാജ്യം നീ ഉണ്ടാക്കി. എല്ലാം കേട്ട് ഈ അമ്മ സന്തോഷിച്ചു കണ്ണുനീർ വാർത്തുകൊണ്ട് കാലം കഴിക്കുകയായിരുന്നു എൻ്റെ പൊന്നുമോനെ. ഇങ്ങനെ യശോദാദേവി കൃഷ്ണനെ മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ തൂകിക്കൊണ്ട് പറയുകയാണ്. അമ്മയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കൃഷ്ണൻ അമ്മയെ സമാധാനപ്പെടുത്തുന്നു. അമ്മ സങ്കടപ്പെടാതിരിക്കൂ. അമ്മയെ ഞാൻ മറന്നില്ലല്ലോ, ഒരിക്കലും മറക്കുകയില്ല. എൻ്റെ ഹൃദയത്തിൽ ഏതു സമയവും അമ്മയുടെ മുഖമാണ്. എൻ്റെ ജോലി തിരക്കുകൊണ്ടാണമ്മേ ഞാൻ വന്ന് കാണാതിരുന്നത്. ദുഷ്ടന്മാരാണമ്മേ ചുറ്റിനും. എന്നെ പ്രസവിച്ചത് അമ്മയല്ലെങ്കിലും എന്നെ വളർത്തിയതും രക്ഷിച്ചതും എൻ്റെ അമ്മയല്ലേ. അമ്മയുടെ പാലും വെണ്ണയുമാണ് എൻ്റെ ശരീരം. ഇതെല്ലാം എനിക്ക് മറക്കാൻ കഴിയുമോ? അമ്മയെയും മറ്റും സമാധാനപ്പെടുത്തുവാൻ ഞാൻ ഉദ്ധവരെ പറഞ്ഞയച്ചിരുന്നു. സ്നേഹത്തിൻ്റെ പ്രതീകമായി അമ്മ കൊടുത്തയച്ച വെണ്ണ അത് 2 കുത്തായി ഞാൻ വാരി തിന്നമ്മേ. അതൊക്കെ ഞാൻ എങ്ങനെ മറക്കും അമ്മേ? അമ്മ കരയാതിരിക്കൂ. അമ്മയുടെ കൊച്ചുണ്ണി കണ്ണൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും. എന്നും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും. ഹരേ കൃഷ്ണ. യശോദയും കൃഷ്ണനും തമ്മിലുള്ള സമാഗമം. അമ്മ മകനെ മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ വാർക്കുന്നതും മകൻ ആ അശ്രുക്കൾ തുടയ്ക്കുന്നതുമെല്ലാം ദേവകിയും കൃഷ്ണന്റെ പത്നിമാരും അകലത്തിൽ നിന്നുകൊണ്ട് കണ്ടു. അവർ സാവധാനം യശോദയുടെ അരികിൽ വന്നു നിന്നുകൊണ്ട് അമ്മയെ തൊഴുതു. ദേവകി പുത്രപത്നിമാരോടായി ഇങ്ങനെ പറഞ്ഞു: മക്കളെ, നിങ്ങളുടെ ഭർത്താവായ കൃഷ്ണന്റെ അമ്മയാണിത്. ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ. ഈ പുണ്യവതിയാണ് അവനെ വളർത്തിയത്. 1000 ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ത്യാഗിനിയായ പുണ്യജനനിയാണ് ഇവൾ. ആ സമയം കൃഷ്ണൻ യശോദയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് മാറി നിന്നു. അവർ ഓരോരുത്തരും യശോദയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആ മാതാവ്
അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാത്സല്യപൂർവം അവരുടെ പൂമൃദുമേനികൾ തഴുകി അവരെ ചുംബിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, എനിക്കിത് മതി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ ഞാനിത് ഓർമ്മിച്ചു വെക്കും. ആ ഓർമ്മയിൽ ഞാൻ ജീവിക്കും. എൻ്റെ മകൻ, അവനെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും പെറ്റമ്മയായി ഞാൻ വളർത്തി. എന്നും അവൻ എൻ്റെ കുഞ്ഞു കണ്ണൻ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ നൽകുന്നു. കൃഷ്ണ മകനെ, മതി മകനെ, എനിക്ക് വളരെയധികം തൃപ്തിയായി. ഇത്രയും നാൾ നിന്നെ കാണാത്ത ദുഃഖമെല്ലാം ഈ നിമിഷം എനിക്ക് തീർന്നു. ഞാൻ ഇന്ന് സംതൃപ്തയാണ്. മകനെ കണ്ണ, കുഞ്ഞുനാളിൽ നീ അമ്പാടിയിൽ കിടന്നു കാണിച്ച കളികളെല്ലാം നിന്റെ പത്നിമാരെ പറഞ്ഞു കേൾപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞ് യശോദ വീണ്ടും വീണ്ടും പുത്രൻ്റെ പത്നിമാരെ ചുംബിച്ച് കൃഷ്ണനെയും നിരവധി തവണ ചുംബിച്ചു. ദേവകിയും യശോദയും രണ്ടമ്മമാർ കെട്ടിപ്പുണർന്നുകൊണ്ട് ആശ്ലേഷിച്ചു. ആ കാഴ്ച സർവജനങ്ങളുടെയും ദൃഷ്ടികളെ ആകർഷിച്ചു. ആരുടെ ദൃഷ്ടികളിലും വെള്ളം നിറയാതിരുന്നില്ല. ഒരു മകൻ്റെ രണ്ടമ്മമാർ. കൃഷ്ണൻ പിന്നീട് ഗോപസ്ത്രീകൾ കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവർ കരയുകയായിരുന്നു. തങ്ങളുടെ അമ്പാടി കണ്ണനെ നോക്കി ആനന്ദിച്ചുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. 9 വയസ്സിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ വൃന്ദാവന സുന്ദരനെ 4 പന്തീരാണ്ടുകൾ കഴിഞ്ഞാണ് അവർ വീണ്ടും കാണുന്നത്. നിത്യ യൗവനവും സൗന്ദര്യവും ഭഗവാന് അനുഗ്രഹീതമായിരുന്നതിനാൽ അന്നും അദ്ദേഹം അതിരറ്റ അഴകു തുളുമ്പുന്ന കളകോമള തരുണൻ തന്നെയായിരുന്നു. ആ ഗോപാംഗനകളുടെ നയനങ്ങളിൽ നിന്നും അനന്തമായി അശ്രുക്കൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ ഭഗവാനെ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ട് നിന്നു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഖികളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ എൻ്റെ ഭക്തകളാണ്. നിങ്ങളുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്കെന്നെ എന്നും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുമുണ്ട്. കൃഷ്ണനില്ലാത്ത ഗോപസ്ത്രീകളും ഗോപനാരികളില്ലാത്ത കൃഷ്ണനുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിന് വിരഹത്തെ ഓർത്ത് കരയുന്നു? ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ള തത്വബോധത്തോടെ നിങ്ങൾ പോയി ജീവിക്കുക. ഞാൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്നുള്ള പരമാർത്ഥം നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ഭക്തകളാണ്. കൃഷ്ണഭക്തി കൊണ്ട് മോക്ഷമടയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുഖ്യമായ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അതിനായി നിങ്ങൾ ജനിച്ചു. എൻ്റെ അത്ഭുത ലീലകൾ മുഴുവനും നിങ്ങൾ കണ്ടു. വൃന്ദാവനത്തിൽ നാം വിഹരിച്ചു, പല ലീലകളുമാടി. അങ്ങനെ ഭക്തിയിൽ കൂടി നിങ്ങളോട് ഞാൻ രമിച്ചു. പുണ്യവതികളായി തീർന്നു നിങ്ങളെല്ലാവരും. ഇപ്പോൾ നിങ്ങൾ പോയാലും എന്നെ നിങ്ങൾ വിട്ടുപിരിയുന്നില്ല. ഞാനും നിങ്ങളിൽ നിന്നും അകലുന്നില്ല. എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് സദാസമയവും എന്നെ സ്മരിച്ചുകൊണ്ട് ജീവിതം നിങ്ങൾ ധന്യമാക്കുക. ഒടുവിൽ നിങ്ങൾ എന്നിൽ തന്നെ വന്ന് വിലയം പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പോയി ജീവിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരെ തലോടി അനുഗ്രഹിച്ചു. ഏകാന്തമായ ഒരു സ്ഥലത്ത് ഏകാകിനിയായിരുന്ന് ശോകാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടിരുന്ന രാധയെയും ചെന്നുകണ്ട് അവൾക്കും കൃഷ്ണൻ തത്വോപദേശങ്ങൾ നൽകി അവളുടെയും മനോവ്യഥ ശമിപ്പിച്ചു. പണ്ട് ഉദ്ധവരുടെ ഉപദേശം കേട്ടതിനു ശേഷം ഗോപികാമണികൾ ഒരുവിധം ജ്ഞാനചിത്തരായി ഭവിച്ചിരുന്നു. എങ്കിലും അവർ ഇടയ്ക്കിടെ വൃന്ദാവന വിഹാരിയായ കൃഷ്ണന്റെ വിരഹത്തെ ഓർത്ത് കരയുമായിരുന്നു. ഇപ്പോൾ ഭഗവാന്റെ ജ്ഞാനോപദേശം ലഭിച്ചതോടുകൂടി
അവരുടെ മനസ്സിലുണ്ടായിരുന്ന മായാമോഹന വിഭ്രാന്തികൾ മുഴുവനും അകന്നിരിക്കുന്നു. തൻ്റെ കളമധുര ഭാഷണം കൊണ്ട് ആ ഗോപസ്ത്രീകളുടെ ഹൃദയ കമലത്തിലെ കളങ്കം മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കഴുകിക്കളഞ്ഞു. ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രം ആനന്ദം സിദ്ധിക്കുമെന്നുള്ള ബോധം അവർക്കുണ്ടായി. ഇന്നവർ ശാന്തചിത്തരായി തീർന്നു. നന്ദഗോപനെയും മുകുന്ദൻ വന്ദിച്ച് അനുനയന വാക്കുകളാൽ അദ്ദേഹത്തെയും സമാധാനിപ്പിച്ചു. രോഹിണി ബലദേവന്മാരും യശോദ നന്ദഗോപന്മാരെ വണങ്ങി തങ്ങളുടെ സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചു. അന്ന് സായാജ്ഞവേളയിൽ വസുദേവർ കൃഷ്ണനോട് പറഞ്ഞു, മകനെ, നിന്നെ കാരാഗ്രഹത്തിൽ വെച്ച് പ്രസവിച്ചപ്പോൾ ഞാനും നിന്റെ അമ്മയും കൂടി പല വഴിപാടുകളും നേർന്നിരുന്നു. അവയെല്ലാം വേണ്ടവണ്ണം നടത്തുവാൻ സാധിച്ചില്ല. ഈ പുണ്യസ്ഥലത്ത് വെച്ച് ഒരു യാഗം നടത്തിയാൽ ആ ദോഷങ്ങൾ സർവവും തീരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ദേവകിയും രോഹിണിയും ഭർത്താവിൻ്റെ അഭിപ്രായത്തിനോട് അനുകൂലിച്ചു. അതനുസരിച്ച് ഭഗവാൻ ദിവ്യന്മാരായ ഋഷിപുങ്കവന്മാരുടെ ഉപദേശപ്രകാരം ഒരു മഹായജ്ഞം നടത്തുവാനായി തീരുമാനിക്കുന്നു. യജ്ഞേശ്വരനായ കൃഷ്ണൻ തന്നെ യജ്ഞം നടത്തുവാൻ ഒരുമ്പെട്ടത് മാതാപിതാക്കളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. 8 പത്നിമാരും ഒരുമിച്ച് ദീക്ഷ ആചരിച്ച് അദ്ദേഹം ആ യാഗം വിധിപ്രകാരം നിർവഹിച്ചു. യാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നന്ദഗോപരും യശോദയും മറ്റു ഗോപസ്ത്രീകളും തിരിച്ചു പോകുവാൻ ഒരുങ്ങിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അച്ഛാ, ഇത്ര ധൃതി എന്തിനാണ്? യാഗം കഴിഞ്ഞിട്ട് പോയാൽ മതി. അതുവരെ അമ്മയും ഗോപികളും ഒരുമിച്ച് ഇവിടെ താമസിക്കണം. എൻ്റെ യാഗത്തിന് വന്ധ്യരായ എൻ്റെ അച്ഛനും അമ്മയും കൂടി വേണമല്ലോ. നിങ്ങളുടെ പാദങ്ങളിൽ അർഘ്യം അർപ്പിച്ചിട്ട് വേണം എനിക്ക് യാഗം ആരംഭിക്കുവാൻ. വസുദേവരും യാഗം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് നന്ദഗോപരെ പ്രത്യേകമായി ക്ഷണിച്ചു. മകന്റെ ആഗ്രഹപ്രകാരം യാഗകാലമായ 3 മാസം നന്ദഗോപരും യശോദയും ഗോപസ്ത്രീകളും അവിടെ താമസിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുകയും അവർ കണ്ണു നിറച്ച് കണ്ണനെ കാണുകയും ചെയ്തു. യാഗാനന്തരം വേണ്ട വസ്ത്രാദികൾ നൽകി ഭക്തിപൂർവം കൃഷ്ണൻ മാതാപിതാക്കളെയും ഗോപന്മാരെയും യാത്രയാക്കി. യാത്രാവസരത്തിൽ നന്ദഗോപനും യശോദയും മകനെ ആലിംഗനം ചെയ്തു, കണ്ണുനീർ തൂകി. വേണ്ട വിധത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം അവർ വാരിക്കോരി അവരുടെ കൊച്ചുണ്ണിക്കണ്ണന് നൽകി. വേദനയോടുകൂടിയ ആ വേർപാട് അത് അവിസ്മരണീയമായ അവസാനത്തെ യാത്രയയപ്പായിരുന്നു. പിന്നീടൊരിക്കലും നന്ദഗോപർക്കോ യശോദയ്ക്കോ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കൃഷ്ണൻ അവരെയും കണ്ടിട്ടില്ല. ഹരേ കൃഷ്ണ. ധർമ്മപുത്രാദികളെയും മറ്റു ബന്ധുക്കളെയും കൃഷ്ണൻ ബഹുമാനപൂർവം യാത്ര അയച്ചതിനു ശേഷം എല്ലാവരോടും കൂടി തിരിച്ച് ദ്വാരകയിൽ എത്തിച്ചേർന്നു. ഒരു ദിവസം വസുദേവർ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു, മകനെ, കംസ കാരാഗ്രഹത്തിൽ വെച്ച് നിന്നെ പ്രസവിച്ച അവസരത്തിൽ നിന്റെ മഹത്വത്തെക്കുറിച്ച് പലതും എന്നോട് പറഞ്ഞു. മായയാൽ അതെല്ലാം ഞാൻ മറന്നിരിക്കുന്നു. ഇപ്പോൾ മഹർഷികൾ പറയുന്നു, വസുദേവരെ, അങ്ങയെപ്പോലെ പുണ്യഭാഗ്യം ചെയ്ത ഒരു ധന്യാത്മാവ് ഈ ഭൂമിയിൽ വേറെ ആരുണ്ട്? സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരിയാണ് അങ്ങയുടെ പുത്രനായി ജനിച്ചിരിക്കുന്നതെന്ന്. മകനെ, ഇത് ശരിയാണോ? ഇത് കേട്ടപ്പോൾ ദേവകി പറഞ്ഞു, മകനെ, മഹർഷികൾ അങ്ങനെ അരുളി ചെയ്തത് പരമാർത്ഥമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പ്രസവവേളയിൽ നീ കാണിച്ച വിശ്വരൂപം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നിന്റെ വായിൽ സമസ്ത ലോകങ്ങളെയും യശോദയ്ക്ക് കാട്ടിക്കൊടുത്തെന്ന് അവൾ എന്നോട് പറഞ്ഞു. പിന്നെയും നീ കാണിച്ച ഓരോ അത്ഭുതങ്ങളും അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നീ ശ്രീഹരി തന്നെയാണ്. എൻ്റെയും ഒരാഗ്രഹം ഞാൻ പറയുകയാണ്. ഗുരുവരൻ്റെ മരിച്ചുപോയ മകനെ നീ ഗുരുദക്ഷിണയായി കൊണ്ടുവന്നു കൊടുത്തു. നിനക്ക് മുമ്പ് ഞാൻ പ്രസവിച്ചിട്ടുള്ള നിന്റെ അഗ്രജന്മാരായ 6 പൈതങ്ങളെ ദുഷ്ടനായ കംസൻ പാറമേൽ അടിച്ചു കൊന്നു.
ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണുവാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഞാനൊരു പെറ്റമ്മയല്ലേ. നിന്റെ മാതാവിൻ്റെ ഈ ആഗ്രഹം എൻ്റെ പൊന്നുമകൻ സാധിച്ചു തരുമോ? ഇത് കേട്ടപ്പോൾ വൈകുണ്ഠപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്മയെ സമാധാനിപ്പിച്ചു. അമ്മ സമാധാനിക്കൂ. അമ്മയുടെ പുത്രന്മാരെ ഞാൻ കൊണ്ടുവന്നു കാണിച്ചു തരാം. അമ്മയുടെ ആഗ്രഹം സാധിക്കുവാൻ കഴിവില്ലാത്ത പുത്രൻ പുത്രനല്ല. ഇങ്ങനെ ദേവകിയെ സമാധാനപ്പെടുത്തിയതിനു ശേഷം തൻ്റെ യോഗൈശ്വര്യത്താൽ ഭഗവാൻ നേരെ സുതല ലോകത്തിൽ ചെന്നു. ആ ലോകം അപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത് മഹാബലിയാണ്. അദ്ദേഹം ഭഗവാനെ കണ്ട് ഭക്തിപൂർവം തൊഴുത് അദ്ദേഹത്തെ പൂജിച്ചു. എന്നിട്ട് ചോദിച്ചു, അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളുന്നതിനുള്ള കാരണം എന്താണ്? അവിടുത്തെ പാദസ്പർശത്താൽ അടിയന്റെ ഈ സുതല ലോകം സ്വർഗമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു, അല്ലയോ ഭക്തോത്തമ, മന്വന്തരങ്ങൾ കഴിഞ്ഞ് ഇന്ദ്രനായി വാഴാനുള്ള അങ്ങ് വസിക്കുന്ന ഈ സ്ഥലം അധോലോകമാണെങ്കിലും പുണ്യവാനായ അങ്ങയുടെ സാന്നിധ്യത്താൽ സ്വർഗലോകത്തിനു തുല്യമാണ്. ഈ ലോകത്തിലേക്ക് അങ്ങ് താഴ്ത്തപ്പെട്ടത് ഭാവിയിൽ അങ്ങയെ സ്വർഗത്തിൻ്റെ അധിപതിയാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വന്നത് മറ്റൊന്നിനുമല്ല. വിധിനന്ദനായ മരീചി മഹർഷിക്ക് കശ്യപനെ കൂടാതെ ബ്രഹ്മജ്ഞരായ 6 പുത്രന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ ജീവിത രീതിയും സ്വഭാവവും പെരുമാറ്റവും ബ്രഹ്മജ്ഞർക്ക് യോജിക്കാത്ത വിധം കാണപ്പെട്ടതിനാൽ ബ്രഹ്മദേവൻ അവരെ ദൈത്യരായി തീരട്ടെ എന്ന് ശപിച്ചു. അതനുസരിച്ച് അവർ 6 പേരും ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി ജനിച്ചു. അവരുടെ അനുജനായിട്ടാണ് പിന്നീട് അങ്ങയുടെ പിതാമഹനായ പ്രഹ്ലാദൻ ജാതനായത്. വിഷ്ണുദേവൻ നരസിംഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷം വളരെ കാലം അവർ ദാനവലോകത്ത് ജീവിച്ചു. അങ്ങയുടെ കാലത്തും അവർ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അവരെ ഗൗനിച്ചിരുന്നില്ല. ശാപമോക്ഷത്തിന് സമയം അടുക്കാറായപ്പോൾ അവർ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ വന്ന് എൻ്റെ പൂർവജന്മാരായി ജനിക്കുകയും ശിശുപ്രായത്തിൽ തന്നെ കംസനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. അവരിപ്പോൾ അങ്ങയുടെ ഈ ലോകത്തിൽ വാഴുന്നുണ്ട്. എൻ്റെ അമ്മയെ ഒന്ന് കാണിച്ച് അവരുടെ ദുഃഖം തീർക്കുവാൻ വേണ്ടി ആ 6 പേരെയും എനിക്കൊന്ന് കൊണ്ടുപോകണം. അവരുടെ ശാപമോക്ഷത്തിനുള്ള സമയമായിരിക്കുന്നു. എൻ്റെ സ്പർശനത്താൽ അവർക്ക് ശാപമോചനം ലഭിക്കുകയും ചെയ്യും. വിശ്വൈകനാഥൻ്റെ വാക്കുകൾ കേട്ട് മഹാബലി ഭക്തിപൂർവം ആ 6 പേരെയും ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വേഗം തന്നെ ഭഗവാൻ അഗ്രജരായ 6 പേരോടും കൂടി ദ്വാരകയിലെത്തി മാതാവിൻ്റെ മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുത്തു. ദാനവരൂപികളായ പുത്രന്മാരെ കണ്ട് ദേവകിക്ക് മനസ്സിൽ വലിയ വേദനയും തോന്നി. എങ്കിലും താൻ പ്രസവിച്ച പുത്രന്മാരാണല്ലോ എന്നുള്ള വാത്സല്യത്തോടു കൂടി അവരെ ആ മാതാവ് ആശ്ലേഷിച്ചു. അത്ഭുതം! ആ നിമിഷം തന്നെ അവരുടെ ആസുര രൂപം അപ്രത്യക്ഷമായി. അവർ അതീവ സുന്ദരന്മാരായ യുവാക്കളായി കാണപ്പെട്ടു. അവർ മാതാവിൻ്റെ പാദങ്ങളിൽ വീണ് അനുഗ്രഹങ്ങളും വാങ്ങി തൽക്ഷണം തന്നെ സ്വർഗലോകം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥാഭാഗം ഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ട ഭാഗമാണ്. വളരെയധികം കണ്ണു നിറയ്ക്കുന്ന, നമുക്ക് സങ്കടം തോന്നുന്ന ഭാഗമാണ് ഭാഗവതത്തിലെ ഈ ഭാഗം. പ്രത്യേകിച്ച് ഭഗവാൻ തൻ്റെ അമ്മയെ കണ്ടുമുട്ടുന്നത്, ഭഗവാൻ ഗോപസ്ത്രീകളെ കാണുന്നത്, രാധാദേവിയെ കാണുന്നത്, അതിനുശേഷം യാത്ര പറഞ്ഞു പോകുന്നത്, പിന്നീടൊരിക്കലും അവർ തമ്മിൽ അവരുടെ ആ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ അവരൊരിക്കലും പിരിഞ്ഞിരുന്നില്ല. അതാണ് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു. നമ്മളും ഇതൊക്കെ മനസ്സിലാക്കണം. ഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ രൂപം മാത്രമായിരിക്കണം.
കാര്യങ്ങളൊക്കെ ഓർക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.